ഉരുകിയൊലിക്കും സ്നേഹം ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം നീറും മനസ്സിൽ കുളിരലയാ നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി ഉരുകിയെരിഞ്ഞലിയാ. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കാം. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ഇസ്രായേൽ മക്കൾക്ക് ശാപം വന്നിരിക്കുന്നു, അതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ തോറ്റോടേണ്ടി വന്നിരിക്കുന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് ഇരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക. ദൈവം തമ്പുരാൻ യേശുവോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. നിന്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ, ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കി കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയുകയില്ല എന്ന് യഹോവ കൽപ്പിക്കുന്നു. സ്തോത്രം. ശാപമുണ്ട്, ഇസ്രായേലിന്റെ നടുവിലൊരു ശാപമുണ്ട്. ഈ ശാപം നീക്കാതിരുന്നാൽ നിങ്ങൾ ശത്രുവിൻ്റെ വെട്ടേറ്റ് നിങ്ങൾ നശിക്കും. ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ അനേകർ നിഹതന്മാരായി വീഴും, അനേകർ വാളുകൊണ്ട് വെട്ടേറ്റ് വീഴും. നിങ്ങൾക്ക് നാശം അനുഭവിക്കും, കൂട്ടനാശം അനുഭവിക്കും. ഇസ്രായേലിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ ശാപമുണ്ട്, പലരുടെയും ജീവിതത്തിൽ ശാപമുണ്ട്. എത്രയോ പേരെ നാം ദുഃഖിപ്പിച്ചിട്ടുണ്ടാകും, എത്രയോ പേരെ നാം വേദനിപ്പിച്ചിട്ടുണ്ടാകും, എത്രയോ പേർക്ക് മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. മാതാപിതാക്കളെ വേദനിപ്പിച്ചവർ, മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചവർ, മാതാപിതാക്കളോട് തറുതല പറഞ്ഞവർ, മാതാപിതാക്കളെ ധിക്കരിച്ചവർ, അഹങ്കാരത്തോടെ അധ്യാപകരോടും മാതാപിതാക്കളോടും സംസാരിച്ചിട്ടുള്ളവർ, പെരുമാറിയിട്ടുള്ളവർ, എന്തെല്ലാം വർണ്ണങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്, എന്തെല്ലാം മുറിവുകളാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മെ ആത്മീയ ജീവിതത്തിൽ ബാധിക്കും. നഷ്ടമാണ്. ഓരോന്നോർത്ത് കരയുക, അനുദവിക്കുക, അത് ഇനി മാർഗമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അമ്മ മരിച്ചു പോയതിന് ശേഷം പിന്നെ ഈ മോള്
അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ, അമ്മയോട് ഒരു വാക്ക് മിണ്ടാൻ പറ്റിയില്ലല്ലോ, അമ്മയോട് ഒരു മാപ്പ് ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരച്ചിട്ട് പ്രയോജനമില്ലല്ലോ. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയോട് മധുരമായി പെരുമാറുക, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയോട് സ്നേഹമായി പെരുമാറുക. അല്ല മോള് മരിച്ചുപോയി, അമ്മായിയമ്മ പിന്നെ ഇരുന്ന് ചിന്തിക്കുകയാണ്, അയ്യോ കഷ്ടം, ആ മോളെ എൻ്റെ സ്വന്തം മോളെ പോലെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, അവളോട് ഏതാണ്ടൊരു വൈരാഗ്യം പോലെയൊക്കെ ഞാൻ പെരുമാറിപ്പോയല്ലോ, അയ്യോ കഷ്ടം എൻ്റെ ദൈവമേ, ഇനിയൊന്നും തിരുത്താൻ മാർഗമില്ലല്ലോ, അവളങ്ങ് പോയല്ലോ, അവൾ അക്കരെ ലോകത്തേക്ക് പോയല്ലോ, ഇനി എന്തു ചെയ്യും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തിരുത്തേണ്ടത് അതിവേഗം തിരുത്തിക്കൊള്ളുക, ഒരു സെക്കൻഡ് വൈകാതെ തിരുത്തിക്കൊള്ളുക. നിങ്ങൾക്ക് ആരോടെങ്കിലും പരിശുദ്ധയുണ്ടെങ്കിൽ, ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നിങ്ങൾ മൂലം ദോഷം വന്നിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വസ്തു നിങ്ങൾ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഏതെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും അശുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ഇടപെട്ട് മനസ്സിനെ ശല്യം വരുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഓർത്തോർത്തനുഭവിക്കുക. ഇസ്രായേലേ, നിന്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ നീക്കി കളയും വരെ നിങ്ങൾക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയുകയില്ല. ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കണമോ, ജയത്തോടെ നിങ്ങൾക്ക് ജീവിക്കണമോ, നിങ്ങളിൽ നിന്ന് ശാപം മാറണം. യോശുവ ജനത്തോട് പറഞ്ഞു, ജനത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയാണ്, ജനത്തെ ശുദ്ധീകരിക്കുന്നു. ഇതിനു മുൻപ് യോശുവയ്ക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. യോർദാൻ്റെ തീരത്ത് ജനം വന്നു, കാദേശ് ബർണേയ വരെയും ജനം വന്നു കൂടി. ഇസ്രായേൽക്കാരെല്ലാവരും ആദ്യം തുടങ്ങിയപ്പോൾ 6 ലക്ഷം പേരാണ്. ഇപ്പോൾ എത്രയോ കൂടുതലായി ആളുകളുണ്ടായി. അന്നത്തെ ആളുകളെല്ലാം മരിച്ചുപോയി. 2 പേർ മാത്രമേ അന്ന് തുടങ്ങിയവരുള്ളൂ. 40 വർഷം മുമ്പ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അന്ന് പുറപ്പെട്ടവരിൽ 6 ലക്ഷം പേരിൽ 2 പേർ മാത്രമേ പിന്നെ ഇപ്പോൾ ജീവനോടിരിപ്പുള്ളൂ. ഈ 40 വർഷത്തിനകം മറ്റെല്ലാവരും 2 പേർ വഴി എല്ലാവരും മരിച്ചുപോയി. യോശുവയും കാലേബും മാത്രം ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ജനം ഇപ്പോൾ എത്രയോ കൂടുതലായിരിക്കുന്നു. ഏതായാലും 20 ലക്ഷത്തിലേറെ ജനമായിരിക്കുന്നു. 20 ലക്ഷത്തിലേറെ. അടുത്ത തലമുറയാണ് 20 ലക്ഷത്തിലേറെ. ഈ ജനത്തെ നയിച്ചുകൊണ്ട് യോർദാന് തീരത്തെത്തി. യോർദാൻ്റെ മറുകരയിലാണ് കനാൻ. യോർദാൻ്റെ മറുകരയിലെ കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് നോക്കിയപ്പോൾ ഒരു മാർഗവും കാണുന്നില്ല. യോർദാൻ നദി കരകവിഞ്ഞൊഴുകുകയാണ്. വളരെയേറെ വെള്ളം. എങ്ങനെ ഈ നദിയിലേക്ക് ഇറങ്ങും? ഈ നദി എങ്ങനെ കടക്കും? ദൈവം പറഞ്ഞു, യോശുവയോട് പറഞ്ഞു, നീ ഈ ജനത്തെ ശുദ്ധീകരിക്കുക. സ്തോത്രം. കരകാണക്കടലിൻ്റെ തീരത്ത് വന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് ഗതിയില്ലാതെ വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഒരു പോം വഴിയുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞതാണ്, മോനെ നീ ഇപ്പോൾ ഈ ജനത്തിന് വേണ്ടി നിൽക്കുന്നു, ഈ ജനത്തെ മുമ്പ് അവർക്ക് കടന്നു പോകാൻ മാർഗ്ഗമില്ലല്ലോ എന്നോർത്ത് നീ വിഷമിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യൂ, മാർഗ്ഗമെല്ലാം തുറക്കും, വഴികളെല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ജനത്തെ നീ ശുദ്ധീകരിക്കുക. ഈ ജനത്തെ നീ ശുദ്ധീകരിക്കുക. യോശുവ ജനത്തോട് സംസാരിച്ചു. ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നിങ്ങളുടെ പക്കലുള്ള അന്യദൈവങ്ങളെ നീക്കളയുവീൻ. അന്യദൈവങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അന്യദൈവങ്ങൾ സത്യമായും ജീവനുള്ള ദൈവം അല്ലാതെ മറ്റ് അനേകം വിഗ്രഹങ്ങളുണ്ട്. വിഗ്രഹ സേവ ചെയ്യുന്നവരുണ്ട്, വിഗ്രഹങ്ങളോട് അടുപ്പമുള്ളവരുണ്ട്, ദേവതകളെ ആരാധിക്കുന്നവരുണ്ട്. എല്ലാറ്റിനെയും നീക്കിക്കളയുവീൻ. എല്ലാ വിധത്തിലുള്ള പാപങ്ങൾ നീക്കിക്കളയുക, എല്ലാ തിന്മയും ദൂരീകരിക്കുക. ഇത് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരൂ, പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. വഴിമുട്ടി നിൽക്കുകയായിരുന്നു. ജനം മുന്നോട്ട് പോകാൻ മാർഗ്ഗമില്ലാതെ വിഷമിക്കുകയായിരുന്നു. അപ്പോൾ യോശുവ പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ജനം ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചു. സ്തോത്രം. സഹോദരങ്ങളെ, ഞാനിന്ന് ഈ വചനത്തിന് എഴുന്നേൽക്കുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവ് എനിക്ക് 2 വചനം തന്നു. 1, കൈപ്പത്തിയോളം മേഘം കാണുന്നുണ്ട്. 2, മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2 വാക്യം പറഞ്ഞു തന്നു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? കൈപ്പത്തിയോളം മേഘം കാണുന്നുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ കൈപ്പത്തിയോളം മേഘം കാണുന്നുണ്ട്. 3.5 വർഷം മഴ പെയ്യാത്ത ദേശത്ത് അന്ന് ഏലിയാവ് പ്രാർത്ഥിച്ച് കർമ്മേൽഗിരിയിൽ തീയിറക്കി. ദൈവത്തിന് സ്തോത്രം. ബാലിൻ്റെ പ്രവാചകന്മാർ എല്ലാവരും വധിക്കപ്പെട്ടു, എല്ലാവരും നശിപ്പിച്ചു. സത്യദൈവ ആരാധനയ്ക്ക് പുകഴ്ചയുണ്ടായി, അതിന് ബഹുമാന്യതയുണ്ടായി. ആഹാബ് രാജാവും രാജാവിൻ്റെ ഭാര്യ ഇസ്രയേലും തോറ്റു തുന്നം പാടി. വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരികൾ അവർ ലജ്ജിതരായി തീർന്നു. ദൈവഭക്തനായ ഏലിയാവ് വിജയിച്ചു. അപ്പോൾ ഏലിയാവ് തൻ്റെ ഭക്തനോട് പറഞ്ഞു, നീ ഒന്ന് പോയി നോക്കുക, എന്തെങ്കിലും കാണുന്നുണ്ടോ? ആകാശത്തിലേക്ക് നോക്കുക. അവൻ നോക്കിയിട്ട് വന്നു, ഒന്നും കാണുന്നില്ല. പിന്നെയും പറഞ്ഞു, ഒന്നുകൂടെ പോയി നോക്കുക. ഇല്ല, ഒന്നും കാണുന്നില്ല. പിന്നെയും പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഒന്നും കാണുന്നില്ല. 7 പ്രാവശ്യം അങ്ങനെ പറഞ്ഞപ്പോൾ 7-ാം പ്രാവശ്യം ഏലിയാവ് പറഞ്ഞു,
നീ ചെന്ന് നോക്കിയിട്ട് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു, കൈപ്പത്തിയോളം മേഘം കാണുന്നുണ്ട്. കൈപ്പത്തിയോളം മേഘം, മഴയാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മഴ പെയ്യും. 3 വർഷം മഴ പെയ്യാതിരുന്ന ദേശത്ത് മഴ പെയ്യും. എന്തൊരത്ഭുതം! ഏലിയ പ്രവാചകൻ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് നേരെ കരുണ ചൊരിഞ്ഞ ജീവനുള്ള ദൈവം ആ വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്യാൻ തുടങ്ങി. പെരുമഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. പെരുമഴയുടെ മുഴക്കം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് സാധുക്കളാണ്. നാം ഇന്ന് നിസ്സാരരാണ്. നമുക്ക് പേരും പെരുമയും ഒന്നുമില്ല. നാം പല സഭകളിലുള്ളവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമുക്ക് സമുദായ വ്യത്യാസമില്ല, സഭാഭേദമില്ല. പല സഭകളിലുള്ളവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, ദൈവത്തിൻ്റെ വചനം അറിയുന്നു, ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. പക്ഷേ ഒരു കാര്യം, ഇതാ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. മഴ പെയ്യാത്ത സഭകളിൽ, മഴ പെയ്യാത്ത കൂട്ടായ്മകളിൽ, ആത്മാവിൻ്റെ മാരിയില്ലാത്ത കൂട്ടായ്മകളിൽ ഇതാ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉണർവിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. അനേകർ ഉണർന്നു വരുന്നുണ്ട്. അനേകരെ ശുദ്ധീകരണം അനുഭവിക്കുന്നുണ്ട്. ശുദ്ധീകരണം. ഇസ്രായേലേ, നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. ദൈവജനം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചപ്പോൾ പെട്ടെന്ന് ഇതാ യോർദാൻ വഴിമാറിക്കൊടുത്തു. വെള്ളത്തിൻ്റെ പെരുപ്പം വഴിമാറിക്കൊടുത്തു. എത്രയോ മൈലുകൾ മൈലുകൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, താഴോട്ടും മാറി, മുകളിലോട്ടും മാറി. നല്ല ഉണങ്ങിയ നിലത്ത് കൂടി ആ 20 ലക്ഷം ആളുകൾ അക്കരെ കടന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരത്ഭുതം! തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ പറ്റിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പലതുകൊണ്ടായിരിക്കും. അടഞ്ഞ വാതിലുകൾ പലതുകൊണ്ടായിരിക്കും. മുന്നോട്ട് ഗതിമുട്ടിയ കാര്യങ്ങൾ പലതുകൊണ്ടായിരിക്കും. ആകെ അമ്പരപ്പിലായ പല കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. എങ്ങനെ മുന്നോട്ട് പോകേണ്ട കർത്താവേ എന്നോർത്ത് നിങ്ങൾ വിലപിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ഈ കടം എങ്ങനെ തീരുമെന്നോർത്ത് നിങ്ങൾ വിഷമിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. കർത്താവേ, ഈ രോഗത്തിന് ഒരു ശമനമുണ്ടോ എന്നോർത്ത് നിങ്ങൾ കരയുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടുമോ കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ട് അലയുന്നവർ പലരുടെയും ഹൃദയങ്ങളിൽ അലച്ചിലുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തിൽ കർത്താവ് പറയുന്നു, സ്തോത്രം, നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. നിൻ്റെ ജീവിതത്തിലുള്ളതായ തിന്മകൾ നീ കണ്ടെത്തുക. പാപങ്ങളെ നീ കണ്ടെത്തുക. പാപങ്ങളെല്ലാം മുഴുവനായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഒന്നും വേണ്ട. ദൈവത്തോട് പറയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, കർത്താവേ, എനിക്ക് വേറൊരു ആശയമില്ല, എനിക്ക് വേറൊരു ആഗ്രഹവുമില്ല. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം. എൻ്റെ ദൈവമേ, സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള വഴി എനിക്ക് വേണ്ടി നീ തുറന്നു. അന്ന് ഗോകുൽത്തായിലെ മരക്കുരിശിൽ നിൻ്റെ തിരുവിലാവ് തുറന്നപ്പോൾ അന്ന് സ്വർഗീയ രാജധാനിയിലേക്കുള്ള വഴിയാണ് തുറന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നു. പാപിയായി എന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാനുള്ള വഴി തുറന്നിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ, ഞാനിതാ വരുന്നു. എനിക്ക് വേണ്ടി എല്ലാ വിഘ്നങ്ങളെയും തട്ടി മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വഴി മുടക്കുന്നതായ അനേകം പ്രശ്നങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നുണ്ട്. അനേകം ആകുലങ്ങൾ എന്നെ വലയം ചെയ്യുന്നുണ്ട്. അനേകം ആകുലാദികൾ എന്നെ ഞെരിക്കുന്നുണ്ട്. കർത്താവേ, നീ ഇപ്പോൾ മനസ്സലിഞ്ഞ് എൻ്റെ നേരെ നിൻ്റെ കരവും നീട്ടി എന്നെ നീ ഒന്ന് വിടുവിക്കണമേ. എന്നെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ഒരു വിവേകം എനിക്ക് തരണമേ. വിവേകം, എന്നെ ശുദ്ധീകരിക്കാനുള്ളതായി സുബോധം എനിക്ക് തരണമേ. അനേകം കാര്യങ്ങളിൽ എൻ്റെ ജീവിതം പാഴുശൂന്യമായി കിടക്കുന്നു. തെറ്റുകൾ ഏറെയേറെ സംഭവിച്ചു പോയിരിക്കുന്നു. അനേകം പാപങ്ങൾ വന്നിരിക്കുന്നു. തന്മൂലം അനേകം ശാപങ്ങൾ എൻ്റെ മേലെ വന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ഈ പ്രായം വരെയും എന്തെല്ലാമാണ് ഞാൻ ചെയ്തു കൂട്ടിയത്, പറഞ്ഞു കൂട്ടിയത്. എൻ്റെ ദൈവമേ, ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ പേടിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയണം, പ്രിയപ്പെട്ടവർ, ദൈവത്തോട് പറയണം, ഉള്ളു തുറന്ന് പറയണം. എന്തെല്ലാമായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികൾ, എങ്ങനെയെല്ലാമായിരുന്നു, എവിടെയെല്ലാമാണ് പോയത്, എവിടെയെല്ലാമാണ് ചെന്ന് നിന്നത്, എന്തെല്ലാമാണ് കുടിച്ചത്. എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇടപെട്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പള്ളിയിൽ കേസുണ്ടാക്കാൻ പോയില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് പള്ളിയിൽ വഴക്കുണ്ടാക്കാൻ പോയില്ലേ? പ്രിയപ്പെട്ടവരെ, കക്ഷിയുടെ സ്പർദ്ധ മൂലം അനേകരുടെ ജീവിതത്തിൽ വഴിയാധാരമാക്കിയില്ലേ? ചിലർ മരിക്കാനിടയായില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയത്, നിസ്സാരമൊന്നുമല്ല. ഇതെല്ലാം ചോദിക്കുന്നൊരു ദിവസമുണ്ട്. എല്ലാം കണക്കൂട്ടുന്നൊരു ദിവസമുണ്ട്. എല്ലാം ന്യായാധിപതിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ എല്ലാം ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. ന്യായവിധിയുണ്ട്. ഒരു വലിയൊരു ന്യായവിധി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വലിയൊരു ന്യായവിധി. ആർക്കും അതിൽ നിന്ന് ഒഴിവില്ല. എല്ലാവരും, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പാകെ സിംഹാസന മുമ്പിൽ മടങ്ങും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയും, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാനും നിങ്ങളും നിൽക്കും. എല്ലാവരും ചെന്ന് നിൽക്കും. പുസ്തകങ്ങൾ തുറക്കും. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറക്കും. പുസ്തകങ്ങൾ തുറക്കുമെന്ന് പറയുന്നത് ഓർമ്മയുടെ പുസ്തകമാണ്. നമ്മുടെ പേരിലുള്ളതായ ചാർജുകളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന അകൃത്യങ്ങളുടെ ലിസ്റ്റാണതിൽ. പാപങ്ങളുടെ ലിസ്റ്റാണ്. എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളിതെല്ലാം? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ മാറ്റമില്ലാത്ത വചനം പറയുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ വേദനയോടെ പാടിയത്, സങ്കടത്തോടെ പാടി. പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു ന്യായവിധിയുടെ ഗൗരവം എന്താണെന്ന് അറിയാമായിരുന്നു. ന്യായാധിപ ന്യായാധിപരേ അങ്ങേക്കരിശം
ചേർത്ത കടത്താൽ എന്റെ താഴ്ത്തരുതേ വിധിയേ. മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമയും രക്തവും ഓർത്തെന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹ എനിക്ക് മുക്തി നൽകണമേ, മോക്ഷം തരണമേ, എനിക്ക് മോചനം തരണമേ, എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. ഞാൻ കെട്ടപ്പെട്ടു പോയിരിക്കുന്നു, എന്നെ പിശാച് കെട്ടിയിട്ടിരിക്കുന്നു. കരുണാമയനായ യേശുവേ, മമ എനിക്ക് മുക്തി നൽകണമേ, നൽകുക മുക്തി, മോക്ഷം തരണമേ, എനിക്ക് മോചനം തരണമേ, എനിക്ക് സ്വാതന്ത്ര്യം തരണമേ, കെട്ടുകൾ പൊട്ടിച്ചു കളയണമേ. പിതാക്കന്മാർ പാടി, പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. ഇന്ന് നാം ചൊല്ലുന്നുണ്ട്, ഇതൊക്കെ ചൊല്ലാൻ അറിയാമല്ലോ, പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. അർത്ഥം അറിയണ്ടേ? എത്രയെത്ര ബന്ധനങ്ങളാണുള്ളത്, എത്രയെത്ര ബന്ധനങ്ങൾ, എത്രയെത്ര ശാപകരമായ കാര്യങ്ങളാണ് വന്നുപോയത്. ദൈവമേ, ഓർത്തു നോക്കിയാൽ അറുതിയുണ്ടോ? ചിലർ ഭൂമി കൈവശമാക്കിയത് ചില കുതന്ത്രങ്ങളിൽ കൂടിയാണ്, സ്വത്തുണ്ടാക്കിയത് ചില അഴിമതികളിൽ കൂടിയാണ്, അനേകർ പണമുണ്ടാക്കിയത് ചില അശുദ്ധമായ സാഹചര്യങ്ങളിൽ കൂടിയാണ്, തെറ്റായ വഴികളിലൂടെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ തിരുശരീര രക്തവും തന്നുരുധിരങ്ങൾ, തിരുശരീരവും തിരുരക്തവും എനിക്ക് വേണ്ടി പകർന്നതിനാൽ കർത്താവെ, ഞാൻ മോചനത്തിന് വേണ്ടി യാചിക്കുകയാണ്. മോചനത്തിന് അർഹതയില്ല, എനിക്ക് മോചന യോഗ്യതയില്ല. എങ്കിലിരിക്കും നിൻ്റെ തന്നുരുധിരങ്ങളാൽ, നിൻ്റെ ശരീരത്താലും രക്തത്താലും, നീ എനിക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്താൽ കർത്താവെ, ആ ക്രൂശ് മണ്ഡലത്തിൽ ഞാൻ വിശ്വസിക്കുകയും എൻ്റെ സകല ഭാവമൊക്കെ ശുദ്ധീകരിക്കുന്ന ക്രൂശിലെ തിരുരക്തത്തിൽ ഞാൻ ആശ്രയിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കർത്താവെ, നീക്ക് മോചനം തരണമേ. നീതിയിൽ വിധി ചെയ്യൂ ന്യായാധിപതേ, നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിയിടരുതേ. നീതിയിൽ വിധി ചെയ്യൂ ന്യായാധിപതേ, നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിയിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക രാപ്പകലടിയങ്ങൾ ആശ്രയമല്ലോ. ബലഹീനത നീക്കി തുണ ചെയ്യുക രാപ്പകലടിയങ്ങൾ ആശ്രയമല്ലോ. നമ്മുടെ ഗീതങ്ങളിലും പ്രാർത്ഥനകളിലും എല്ലാം ഈ ന്യായവിധിയെക്കുറിച്ച് പരാമർശമുണ്ട്. സൂതാനമസ്കാരത്തിൽ നിങ്ങൾക്കറിയാമോ? ദുഷ്ടന്മാരിൽ കാരുണ്യം പൂണ്ടോനേ, കാരുണ്യം ചെയ്ത് ന്യായ തീർപ്പിൻ നാൾ ദുഃഖം പൂണ്ടോ നിൻ വാതിൽ മുട്ടുന്നു. കാരുണ്യത്തണകേണം യാചനയെ സ്വർഗസ്ഥൻ പ്രാപ്തി വിണ്ണവർ നന്മത മൺമയരാശയുമേ കൈക്കൊണ്ടി കർമ്മം കാരുണ്യം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു ന്യായവിധിയുണ്ട് എന്ന്. ന്യായവിധിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലേ, നിന്റെ നടുവിലൊരു ശാപമുണ്ട്. ഈ ശാപം നിന്നിരുന്നാൽ ന്യായ ദിവസത്തിൽ നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന ആൾ നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? എടുക്കാമോ? എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന ആളിൽ നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കും. കാര്യം തീർക്കുന്നൊരു നാളുണ്ട്, കണക്ക് നോക്കുന്നൊരു നാളുണ്ട്. സത്യം പ്രിയപ്പെട്ടവരെ, കണക്ക് നോക്കും, ഒരു സംശയവുമില്ല. കണക്ക് നോക്കുന്ന നാളുണ്ട്. അന്ന് നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? നീ തകർന്നു പോയില്ലേ? അന്ന് പിന്നെ മറുപടി പറയാനില്ല, ഒന്നും പറയാനില്ല. ഇതുമാത്രം കേൾക്കും. പോവീൻ ഞാൻ അറിയുന്നില്ല. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോവുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എല്ലാം യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ പറഞ്ഞത്.
ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നെ വിട്ട് പിശാചിനും എൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോവുകയും അവിടെ കരച്ചിലും വെല്ലുവിളിയും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഈ മനോഹരമായ സമയം നമ്മൾ ഉപയോഗിച്ച് നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവനുള്ള ദൈവമേ, എന്നെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ഒരു വെളിവെനിക്ക് തരണമേ. എൻ്റെ ഓരോ അവയവങ്ങളും ശുദ്ധീകരിക്കാനുള്ള വെളിവ് എനിക്ക് തരണമേ. ഓരോ അവയവത്തിലും പാപമുണ്ട്. നോക്കിയതിൽ പാപം, കണ്ടതിൽ പാപം, പറഞ്ഞതിൽ പാപം, സംസാരിച്ച ഓരോ വാക്കിലും പാപം, പലപ്പോഴും വഞ്ചിച്ചുകൊണ്ടും ചതിച്ചുകൊണ്ടും ഉപായരൂപേണയും പറഞ്ഞ വാക്കുകൾ, പലരെയും വഴിതെറ്റിക്കുന്നതായ വാക്കുകൾ, പലരെയും തെറ്റിലേക്ക് വശീകരിക്കുന്നതായ വാക്കുകൾ. എൻ്റെ ദൈവമേ, എല്ലാറ്റിലും പാപമുണ്ട്, ഓരോന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എടുത്തു പറയുന്ന കാര്യം ഒന്നുകൂടി പറയട്ടെ. റാഗിങ് നടത്തിയ കുട്ടികളുണ്ട്. റാഗിങ് ഓമനപ്പേരാണ് റാഗിങ് എന്ന് പറയുന്നത്. അതെന്താണ്? അത് ഏറ്റവും ഭീകരമായ ഒരു നരവേട്ടയാണ്. ഭയങ്കരമായ കാര്യമാണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് എലിക്കുഞ്ഞു ഉറയ്ക്കുന്നത് പോലെ ഉറച്ചുകൊണ്ട് നിൽക്കും പാവം. സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോകാർ വന്നിട്ട് അവനോട് പറയും, ഞങ്ങളെ ഇന്ന സ്ഥലത്തൊന്ന് കാണണം. പാവം അവൻ പേടിച്ച് കുറച്ചവിടെ ചെല്ലും. എന്തൊക്കെയാണ് അവന് ചെയ്യുന്നത് കേൾക്കുമ്പോൾ പേടിയാകും. ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട് ഈ റാഗിങ്ങിന് ഭയന്ന്, റാഗിങ്ങിൻ്റെ പീഡ ഓർത്ത്. എത്ര ക്രൂരമായ ഒരു കാര്യമാണ് ഈ റാഗിങ്. ആരുണ്ടാക്കി ഈ റാഗിങ്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുട്ടികൾ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. നമ്മുടെ കുട്ടികളോട് വചനം കേട്ടവരാരും റാഗ് ചെയ്യാൻ പോകരുത്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റും ഒരു മനുഷ്യക്കുട്ടിയല്ലേ, അതിനെ എന്തിനു ഉപദ്രവിക്കണം? അതിനെന്തിനു പീഡിപ്പിക്കണം? എത്ര ഭീകരമായ, എത്ര കുൽസിതമായ രീതിയിലാണ് പീഡിപ്പിക്കുന്നത്, എത്ര ക്രൂരമായ രീതിയിലാണ് പീഡിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തോർത്ത് ശുദ്ധീകരണം പ്രാപിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഓരോന്ന്. കയറൂരിയിട്ട മൂരിക്കാളയെപ്പോലെ ഓടി കിടന്ന കാലങ്ങളില്ലേ? കയറൂരിയിട്ട കാളക്കൂറ്റൻ കയറൂരി വിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ എവിടെയാണ് ഓടുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്തായാലും നശിപ്പിക്കുന്നവൻ അറിയുന്നില്ല. ബസ് തീ കത്തിക്കുന്നു, ബസ് കത്തിക്കുന്നു, യാത്രക്കാർ വഴി മുടക്കുന്നു, എന്തെല്ലാം. കോളേജ് തകർക്കുന്നു, കോളേജ് ചില്ലുകൾ തകർത്ത് ഉടയ്ക്കുന്നു, എന്തെല്ലാം. പ്രിയപ്പെട്ടവരെ, എന്തെന്ത് ദൂഷിത മാർഗങ്ങളിലൂടെയാണ് നാം ഇതുവരെ എത്തിയത്. ചിന്തിച്ച് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കോളേജിൻ്റെ 3ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് ഞാൻ വേദനയോടെ കണ്ടുകൊണ്ടിരുന്നു. ഒരു കൊച്ചനെ ഇരുമ്പൊടി കൊണ്ട് അടിക്കാൻ ചിലർ ഓടിക്കുന്നു മുറ്റത്തുകൂടി. ഇവളുടെ സങ്കടം തോന്നി. ദൈവത്തിന് സ്തോത്രം. എന്ത് ചെയ്യാൻ പറ്റും? പാവം നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഞാൻ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് ഒരു പയ്യനെ ചിലർ കൂടി പിടിച്ചു. അവൻ ഒരു കൂടി പിടിച്ച് ഞെരിക്കുകയാണ്. 5-6 പേര് കൂടിയാണ്. മൃഗങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു, മൃഗങ്ങൾ. അവൻ ദയനീയമായി എന്നെ നോക്കി, ദയനീയമായിട്ട്. അവൻ മനസ്സിലായി അവർ കൊല്ലുമെന്ന്. എന്തുകൊണ്ടോ കർത്താവ് എനിക്കൊരു ധൈര്യം തന്നു. ഞാൻ ചെന്നു, വിടറാന്ന് പറഞ്ഞു. ഭാഗ്യം, അവർ വിട്ടു. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. പിന്നീട് അവൻ പ്രതികാരം ചെയ്തു വിട്ടു. അതാണ് വേറെ രസം. പിന്നീട് ഒരു ദിവസം ഉച്ചയ്ക്ക് അവൻ കുറേ ആളുകളുമായിട്ട് വന്ന് ഈ ഉപദ്രവിച്ച പിള്ളേരെല്ലാം അടിച്ചു. അടികൾ നടന്നു. അത് റോഡിൽ വെച്ചായിരുന്നു, കോളേജിൽ വെച്ചല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇങ്ങനെ അനേകം ദുഷ്കൃതങ്ങൾ ചെയ്തവരുണ്ട്, അനേകം പാപങ്ങൾ ചെയ്തവരുണ്ട്. എത്രയോ, ഇതൊക്കെ നിസ്സാര കാര്യങ്ങളായിട്ട് തോന്നാം, എത്രയോ ഭീകരമായ കാര്യങ്ങൾ, നരകത്തിന് ചേർന്നതായ കാര്യങ്ങൾ. ഓരോന്നോർക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഓരോന്നോർത്തോർത്ത് കരഞ്ഞ് കണ്ണീരുകൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകണം. സ്വന്തം ശരീരത്തെ മലിനമാക്കിയവർ, ഒരിക്കലും അന്യൻ തുടരാത്തതായ ശരീരം അന്യൻ തൊട്ടുപോയത്. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയാറുണ്ടല്ലോ, അനഘ്രാത കുസുമങ്ങളായിരിക്കണം. ഒരു വണ്ടും മണക്കാത്ത പൂവായിരിക്കണം. അത് മനസ്സിലായോ? ഒരു വണ്ടും മണക്കാത്ത പൂവായിരിക്കണം പെൺകുട്ടികൾ, ആൺകുട്ടികളും എന്ന് പറഞ്ഞാൽ അനഘ്രാത കുസുമങ്ങളായിരിക്കണം. സ്തോത്രം. തുടരുത്, ആരും തുടരുത്, ആരെയും തുടരുത്. അന്യൻ സ്പർശിക്കാൻ പാടില്ല. ഇത് യേശുവിൻ്റെ സ്വത്താണ്, ഇത് യേശുവിൻ്റെ വകയാണ് ശുദ്ധീകരണം. ചിന്തിക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ഹൃദയം എവിടെയെല്ലാം ചെന്ന് തൊട്ടു, നിങ്ങളുടെ ശരീരം എവിടെയെല്ലാം ചെന്ന് തൊട്ടു. ഓരോന്നോരോന്ന് ഹൃദയത്തിൽ, ചിന്തയിലായിരിക്കാം, വികാരത്തിലായിരിക്കാം, മോഹങ്ങളിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. മോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു, പാവം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു.
പാവത്തിന് ശമ്പളം മരണം അത്രേ, മരണം, ആത്മാവിൻ്റെ മരണം. സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങാമോ? ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കാൻ തുടങ്ങാമോ? എങ്കിൽ നിങ്ങൾ സുദിനമായിരിക്കും ഇന്ന്. ദൈവത്തിന് സ്തോത്രം. കള്ളക്കച്ചവടം നടത്തിയവർ, കൊള്ളലാഭം എടുത്തവർ, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് തെറ്റുകളെന്ന് പോയത്. ദൈവത്തിന് സ്തോത്രം. മനസ്സിൽ പല പല കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല. സ്തോത്രം. സഹോദരങ്ങളെ, എന്നാൽ ഇതിനെല്ലാം പരിഹാരമായ ഒരു കാര്യമുണ്ട്, എല്ലാറ്റിനും പ്രായശ്ചിത്തമായൊരു കാര്യമുണ്ട്. വിശ്വസിക്കുക, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു. എന്തൊരു ഭാഗ്യം! വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. യേശുക്രിസ്തുവിൻ്റെ ആ തിരുവിലാവിൽ നിന്നൊഴിയ തിരുരക്തം ഒരു തുള്ളി നിങ്ങളുടെ മേൽ പതിഞ്ഞാൽ മതി. നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ മതി. എല്ലാം കഴുകിത്തരും. ഭയപ്പെടേണ്ട. കഴിഞ്ഞ കാല ജീവിതത്തിലെ തെറ്റുകളെല്ലാം കഴുകിത്തരും. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എല്ലാ ശിക്ഷാവിധിയും മാറും. നിങ്ങളതിനെ ശുദ്ധീകരിക്കുക. ശുദ്ധീകരിക്കാൻ ഇന്നൊരു അവസരമുണ്ട്. ഇന്ന് നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ ജീവൻ തുടിക്കുന്നുണ്ട്. ഇന്ന് ജീവൻ തുടിക്കുന്ന ഈ സമയത്ത് നമുക്ക് ശരീരത്തിൽ ജീവൻ ഉള്ളപ്പോൾ ഇപ്പോൾ നമുക്ക് കഴുകൽ പ്രാപിക്കാം. മരിച്ചതിന് ശേഷം കഴുകാമെന്ന് വിചാരിക്കേണ്ട. മരിച്ചതിന് ശേഷം ആ ഡെഡ് ബോഡിയോട് വെച്ചുകൊണ്ട് ധർമ്മക്കാർക്ക് കാശ് കൊടുത്താലും, അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് വലിയ വിഭവസമർത്ഥമായ സദ്യ കൊടുത്താലും, അല്ലെങ്കിൽ 40 ദിവസം കഴിയുമ്പോൾ അടിയന്തരം നടത്തിയാലും, അനേകം പാവങ്ങൾക്ക് ആഹാരം കൊടുത്താലും, അതുകൊണ്ടൊന്നും മോനെ നിൻ്റെ ജീവിതത്തിൽ നീ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. ഈ ശരീരത്തിലിരിക്കുമ്പോൾ വേണം നീ അനുഭവിക്കാൻ. ശരീരത്തിലിരിക്കുമ്പോൾ വേണം നീ അനുഭവിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരണം അനുഭവിക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ കൈമോശം വന്നു പോകും, പോയിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെട്ടു. ആർക്ക് ഈ തീരുമാനമുണ്ട്? ഇന്ന് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഒരുങ്ങാൻ ആർക്ക് താല്പര്യമുണ്ട്? നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ടോ? കർത്താവേ, വന്നതെല്ലാം വന്നു പോയല്ലോ, ഇന്ന് ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി തകർന്ന കരങ്ങളിലേക്ക് ഈ നിസ്സാര ജീവിതം ഞാൻ പരമേൽപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി മുറിവേറ്റ കരങ്ങളിലേക്ക് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം പരമേൽപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി ആണിടിച്ച് തകർന്ന കരങ്ങളിലേക്ക് ഈ ജീവിതം ഞാൻ ഏൽപ്പിക്കുകയാണ്. അതാ നീ ഇപ്പോൾ എന്നോട് മനസ്സിലെയ്യണമേ. എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ. എന്നെ സ്വീകരിക്കണമേ. എൻ്റെ തെറ്റുകൾ പൊറുക്കണമേ. എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഒരു പുതിയ ജീവിതം എനിക്ക് തരണമേ. ഞാൻ ഒന്നു മാത്രം തീരുമാനിക്കുന്നു. ഇതുവരെ ജീവിച്ചതുപോലല്ല, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന് നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയൂ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമായി ചൊരിഞ്ഞു തരും. മഴയുടെ മുഴക്കം കേൾക്കുന്നു, പെരുമഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ ഈ മക്കളെ അവിടെ തൊട്ടതിനായി സ്തോത്രം. അവിടെ പ്രശ്നങ്ങളെ അവിടെ നിന്ന് പരിഹരിക്കാൻ തൃക്കരം വെച്ചതിനായി സ്തോത്രം. രോഗങ്ങളെ അകറ്റിയതിനായി സ്തോത്രം. ഭാരങ്ങൾ നീക്കിയതിനായി സ്തോത്രം. കർത്താവ്, രോഗക്കിടക്കയിൽ കിടക്കുന്നവരെ രോഗക്കിടക്കയിൽ അവിടെ സന്ദർശിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ വേദന വിഷയങ്ങളെല്ലാം അവിടെ നിന്ന് ഏറ്റെടുത്തതിനായി സ്തോത്രം. ഞങ്ങളുടെ ആകുലങ്ങൾ അവിടെ തൃക്കരങ്ങൾ എടുത്തതിനായി സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവേ, ഇന്നത്തെ പോലൊരു ദിവസം അവിടെ നിന്ന് വീണ്ടും വരുമ്പോൾ തിരുസനിലേക്ക് പറന്നുയരാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. വിശുദ്ധീകരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.